ഖുർആൻ പറഞ്ഞ കഥകൾ 111 ഭാഗം. മദിയനിലേക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിലെ നഗരമധ്യത്തിൽ വെച്ച് അറിയാതെ ഒരു കൊലപാതകം നടത്തുകയുണ്ടായി. കൊലപാതകം നടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ആരാണ് കൊലപാതകം നടത്തിയത് എന്നും വ്യക്തമാവുകയുണ്ടായി. ഇസ്രായേലി പിറ്റേന്നും സഹായത്തിനു വേണ്ടി വിളിച്ച് കേണപേക്ഷിച്ചപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ ഒരുങ്ങിയ മൂസാ നബി അലൈഹിസ്സലാം, പക്ഷേ ഈ ഇസ്രായേലി വിചാരിച്ചത് മൂസാ നബി അലൈഹിസ്സലാം തന്നെ വധിക്കാൻ വരികയാണ് എന്ന് വിചാരിച്ച് ആ ഇസ്രായേലി ഉറക്കെ വിളിച്ചു കൂവി, ഇന്നലെ നീ ഒരുത്തനെ വധിച്ചതുപോലെ ഇന്ന് എന്നെ കൊല്ലാൻ വരികയാണോ എന്ന് വിളിച്ചു കൂവിയപ്പോൾ ആരാണ് തലേന്ന് നടത്തിയ കൊലപാതകത്തിന്റെ ഉത്തരവാദി എന്ന് ജനങ്ങൾക്കെല്ലാം മനസ്സിലായി. വിവരം പെട്ടെന്ന് തന്നെ രഹസ്യാന്വേഷണ വിഭാഗം പട്ടാളക്കാർക്കും പട്ടാള മേധാവിമാർക്കും വിവരം കൊടുത്തു. പട്ടാള ഓഫീസർമാർ ഉടൻ രഹസ്യ യോഗം ചേർന്നു. ആ യോഗത്തിൽ അവർ തീരുമാനിച്ചു, നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കുറെ കാലമായി വിലസി നടക്കുന്ന ഈ ബനൂ ഇസ്രായേൽക്കാരനായ, എന്നാൽ അതോടൊപ്പം രാജാവിന്റെ വളർത്തുപുത്രനായ, രാജാവിനും രാജ്ഞിക്കുമൊക്കെ വളരെ പ്രിയപ്പെട്ടവനായ ഈ മൂസയുടെ കഥ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സന്ദർഭമാണിത്. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള സൗകര്യപ്രദമായ ഒരു സന്ദർഭം ലഭിക്കുകയില്ല. ഇപ്പോൾ മൂസ കൊലപാതകിയാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് മൂസയെ കിട്ടുന്ന മാത്രയിൽ കൊന്നുകളയാൻ അവർ തീരുമാനിക്കുന്നു. പട്ടാളക്കാരുടെ ഓഫീസർമാർ യോഗം ചേർന്ന് മൂസയെ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയാൻ തീരുമാനിക്കുന്നു. പക്ഷേ ഈ പട്ടാളക്കാരിൽ, ഖിബ്തികളായ പട്ടാളക്കാരിൽ ചെറുപ്പക്കാരനായ മൂസാ നബി അലൈഹിസ്സലാമിന് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അവരിൽപ്പെട്ട ഒരാൾ, വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനതി യസ്ആ ഖാല യാ മൂസാ ഇന്നൽ മലഅ യഅ്തമിറൂന ബിക ലിയഖ്തുലൂക. ഈ വിവരം അങ്ങനെയോ അറിഞ്ഞ, ഒരുപക്ഷെ പട്ടാളത്തിൽ തന്നെ പെട്ട, അല്ലെങ്കിൽ പട്ടാളക്കാരിൽ നിന്ന് ചോർന്നു കിട്ടിയ വിവരമറിഞ്ഞ ഒരാൾ ഓടിക്കിതച്ച് മൂസയെ തേടി വന്നു. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, പട്ടാളക്കാർ, പ്രമാണിമാർ, രാജകിങ്കരന്മാർ താങ്കളെ കൊല്ലാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്, ഗൂഢാലോചന നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഫഖ്റുജ്, ഇവിടെ നിന്ന് പെട്ടെന്ന് പൊയ്ക്കൊള്ളണം. ഇന്നി ലക മിനൻ നാസിഹീൻ, തീർച്ചയായും താങ്കൾക്ക് നന്മ വരണമെന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ വിവരം, ഈ രഹസ്യ വിവരം മൂസാ നബിക്ക് കൈമാറിയിട്ട് അദ്ദേഹം ഒരു നിർദ്ദേശം വെച്ചു. ഇനി ഇവിടെ പാത്തും പതുങ്ങിയും ഒളിച്ചിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. താങ്കൾ എത്രയും പെട്ടെന്ന് നഗരം വിടണം. ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസിൽ പിന്നീട് 21-ാമത്തെ ആയത്തിൽ കഥ തുടരുന്നത് ഇങ്ങനെയാണ്: ഫഖറജ മിൻഹാ ഖായിഫ യതറഖബ് ഖാല റബ്ബി നജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഫഖറജ മിൻഹാ ഖായിഫൻ യതറഖബ്. അങ്ങനെ പേടിയോടുകൂടി, കരുതലോടുകൂടി മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പുറപ്പെട്ടുപോയി. ഈജിപ്ത് നഗരം വിടുമ്പോൾ അദ്ദേഹം വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമാണ്, പാത്തും പതുങ്ങിയും ആരെങ്കിലും തന്നെ പിടിക്കാൻ വരുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. ആ രക്ഷപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, ഖാല റബ്ബി നജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ,
അക്രമികളായ ഈ ജനതയിൽ നിന്ന് പടച്ചവനെ, തമ്പുരാനെ, എന്റെ നാഥ, നീ എന്നെ രക്ഷപ്പെടുത്തേണമേ എന്നായിരുന്നു. ഈ പ്രാർത്ഥന തന്നെയാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ വളർത്തുമ്മയായ ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവിയും പ്രാർത്ഥിക്കുന്നതായി ഖുർആൻ ഉദ്ധരിക്കുന്നത് സൂറത്തു തഹരീമിൽ കാണാം. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അക്രമികളായ ജനതയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, ഫിർഔനിൽ നിന്നും അവന്റെ ദുഷ്പ്രവൃത്തിയിൽ നിന്നും എന്നെ കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിന്റെ വളർത്തുമ്മയാണ്. അപ്പൊ വളർത്തുമ്മയുടെ അതേ പ്രാർത്ഥന തന്നെയാണ് വളർത്തുപുത്രനും ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഖാല റബ്ബി നജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. പടച്ചവനെ, അക്രമികളായ ഈ ജനതയിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തേണമേ. അങ്ങനെ അദ്ദേഹം വളരെ പാത്തും പതുങ്ങിയും നഗരം വിടുന്നു. പിന്നീട് മരുഭൂമിയിൽ എത്തിപ്പെടുന്നു. എങ്ങോട്ടാണ് പോവേണ്ടത് എന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഏത് ദിശയിലേക്ക് പോയാലാണ് രക്ഷപ്പെടുക എന്നും അദ്ദേഹത്തിന് അറിയുകയില്ല. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ദിശാബോധം നൽകുന്നു. അല്ലാഹുവിന്റെ GPS ആണ് അദ്ദേഹത്തിൽ പ്രവർത്തിക്കുന്നത്. വലമ്മാ തവജ്ജഹ തിൽഖാഅ മദിയൻ. മദിയൻ പട്ടണത്തിന്റെ, മദിയന്റെ നേരെ അദ്ദേഹം തിരിഞ്ഞ് നിന്നപ്പോൾ, അങ്ങോട്ട് മുഖം തിരിച്ചപ്പോൾ, അങ്ങോട്ട് യാത്ര തിരിച്ചപ്പോൾ, അല്ലാഹു അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിച്ചതനുസരിച്ച് അദ്ദേഹം മദിയന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്നിട്ട് അദ്ദേഹം തന്റെ പ്രതീക്ഷ പ്രാർത്ഥനാരൂപത്തിൽ പറയുന്നു, ഖാല അസാ റബ്ബി അൻ യഹ്ദിയനി സവാഅസ് സബീൽ. എന്റെ റബ്ബ് എന്നെ ശരിയായ നേരായ വഴിയിലൂടെ നയിച്ചേക്കാം. ഞാനിതാ ഈ ഡയറക്ഷനിലൂടെ പോവുകയാണ്. ശരിയായ വഴിയിലൂടെ എന്റെ റബ്ബ് എന്നെ കൊണ്ടുചെന്നെത്തിക്കും, എത്തേണ്ടയിടത്തെന്നെ എത്തിക്കും, ഈ സമൂഹത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തും. അങ്ങനെ മദിയന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം യാത്ര തുടരുകയാണ്. ജോർദാന്റെ തലസ്ഥാനമായ അമ്മാനിൽ നിന്ന് ഏകദേശം 140 കിലോമീറ്റർ അകലെയാണ് മദിയൻ എന്ന് പറയുന്ന ആ നഗരമുള്ളത്, പട്ടണമുള്ളത്. സൗദി അറേബ്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തബൂക്ക് എന്ന് പറയുന്ന സ്ഥലത്തിന് ആ സ്ഥലവും മദിയൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു എന്നും പറയുന്നുണ്ട്. പക്ഷെ ആ സ്ഥലത്തിന്റെ പേര് ഐക്ക എന്നതായിരുന്നു. ഈ ഐക്കയിലും അതുപോലെ തന്നെ മദിയനിലും പ്രബോധന ദൗത്യം നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു ശുഐബ് നബി അലൈഹിസ്സലാം എന്ന് നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൂസാ നബി അലൈഹിസ്സലാം ഇനി ഒരു വൃദ്ധനായ ഒരാളെ കണ്ടുമുട്ടുന്നുണ്ട്. ആ ആളുടെ പേര് പക്ഷേ ഖുർആൻ പരാമർശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ശുഐബ് നബി ആയിരുന്നോ, ആ ശുഐബ് നബി തന്നെയാണോ ഈ ശുഐബ് നബി, ഇതൊന്നും ഉറപ്പിച്ചു പറയാവുന്ന തെളിവുകൾ നമ്മുടെ പക്കലില്ല. എന്തായിരുന്നാലും അഖബയുടെ ഭാഗത്തുള്ള ജോർദാന്റെ തലസ്ഥാനമായ അമ്മാന്റെ അടുത്തുള്ള മദിയൻ എന്ന പ്രദേശമായിരിക്കാം ഇവിടെ ഖുർആൻ പ്രയോഗിക്കുന്ന, ഖുർആൻ പരാമർശിക്കുന്ന വലമ്മാ തവജ്ജഹ തിൽഖാഅ മദിയൻ, മദിയൻ ഭാഗത്തേക്ക് അദ്ദേഹം യാത്ര തിരിച്ചപ്പോൾ പറഞ്ഞു എന്ന് പറയുന്ന ഈ മദിയൻ ഈ പ്രദേശമായിരിക്കാനാണ് സാധ്യത. ഏതായിരുന്നാലും ഈജിപ്തിന്റെ മരുഭൂമിയിലൂടെ അദ്ദേഹം മദിയൻ ഭാഗത്തേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ല, ആകെ ഒരു ഷൂസ് ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം യാത്ര തിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാതം നടന്നതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ ഷൂസൊക്കെ തേഞ്ഞിരുന്നു എന്നൊക്കെ പല ഗ്രന്ഥങ്ങളിലും കാണാം. എന്തായിരുന്നാലും അദ്ദേഹം ആ യാത്ര അവിടെ നിന്ന് പുറപ്പെട്ടു മദിയന്റെ നേർക്ക് എന്ന് ഖുർആൻ പറയുന്നു. പിന്നീട് ഖുർആൻ വിശദീകരിക്കുന്നത് സൂറത്തുൽ ഖസസ് 23-ാമത്തെ ആയത്ത്, വലമ്മാ വറദ മാഅ മദിയൻ. അങ്ങനെ അദ്ദേഹം മദിയനിലെ വെള്ളത്തിന്റെ അടുത്തെത്തിയപ്പോൾ, ജലാശയത്തിന്റെ അടുത്തെത്തിയപ്പോൾ, ഒരുപക്ഷെ അതൊരു വെള്ളമുള്ള കിണറാകാം, അല്ലെങ്കിൽ കുളമോ അതുപോലുള്ള വല്ല തടാകങ്ങളോ ആകാം.
എന്തായിരുന്നാലും ആളുകളൊക്കെ വെള്ളം കുടിക്കുകയും തങ്ങളുടെ കന്നുകാലികൾക്ക് വെള്ളം കുടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കിണറിന്റെ അല്ലെങ്കിൽ ഒരു കുളത്തിന്റെ അടുത്ത് അദ്ദേഹം എത്തി. വജദ അലൈഹി ഉമ്മതൻ മിനന്നാസ് യസ്കൂൻ. അവിടെ ഒരു പറ്റം ആളുകൾ തങ്ങളുടെ കന്നുകാലികൾക്ക് വെള്ളം കുടിപ്പിക്കുന്നത് അദ്ദേഹം കണ്ടു. വജദ അലൈഹി ഉമ്മതൻ മിനന്നാസ് യസ്കൂൻ. ഒരു വിഭാഗം ആളുകൾ ആ കിണറ്റിനു ചുറ്റും കൂടി നിന്ന് തങ്ങളുടെ മൃഗങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കുകയും തങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളമെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അദ്ദേഹം കണ്ടു. വവജദ മിൻ ദൂനിഹിം ഇംറഅതൈനി തദൂദാൻ. എന്നാൽ അതോടൊപ്പം തന്നെ മറ്റൊരു കാഴ്ചയും അദ്ദേഹം കണ്ടു. വവജദ മിൻ ദൂനിഹിം. ഈ ആളുകൾ ഇങ്ങനെ കിണറ്റിനടുത്ത് തിരക്കുകൂട്ടി ജലാശയത്തിനടുത്ത് എല്ലാവരും കൂടിച്ചേർന്ന് വെള്ളമെടുക്കുന്നു, തങ്ങളുടെ കന്നുകാലികൾക്ക് വെള്ളം കുടിപ്പിക്കുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഇവരിൽ നിന്ന് മാറിക്കൊണ്ട് ഇംറഅതൈനി തദൂദാൻ, രണ്ട് സ്ത്രീകൾ, രണ്ട് പെൺകുട്ടികൾ ആടുകൾ ജലാശയത്തിലേക്ക് പോകുന്നത് തടുത്തു വെക്കുന്നു, തടഞ്ഞു വെക്കുന്നു. ആ ആടുകളെ ഇങ്ങനെ പിടിച്ചു വെക്കുന്ന രണ്ട് സ്ത്രീകളെ അദ്ദേഹം കാണുന്നു. ഈ കാഴ്ച കണ്ടപ്പോൾ ചെറുപ്പക്കാരനായ മൂസാ നബി അലൈഹിസ്സലാം ചെറുപ്പക്കാരികളായ ഈ സ്ത്രീകളുടെ അടുത്തേക്ക് വരുന്നു. ഖാല മാ ഖത്ബുകുമാ. എന്നിട്ട് അദ്ദേഹം വളരെ സിമ്പിളായ ഒരു ചോദ്യം ചോദിക്കുന്നു. എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഈ ആടുകളെ തടുത്തു വെക്കുന്നത്? എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് അദ്ദേഹം അവരോട് ചോദിക്കുന്നു. ഖാലത്ത, അവർ രണ്ടുപേരും പറയുന്നു, ലാ നസ്ഖി ഹത്താ യുസ്ദിറ റിആൽ. ഈ ആട്ടിടയന്മാർ, ഈ ആടിനെ, കന്നുകാലികളെ കുടിപ്പിക്കാൻ വന്ന ഈ ആണുങ്ങൾ, ഈ സമൂഹം, ഈ നാട്ടുകാർ, ഇവർ അവിടെ നിന്ന് പിരിഞ്ഞു പോയാലല്ലാതെ ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കുടിപ്പിക്കുകയില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കാൻ കഴിയുകയില്ല. വ അബൂനാ ശൈഖുൻ കബീർ. ഞങ്ങളുടെ പിതാവാവട്ടെ വളരെ വയസ്സനായ ഒരു ആളാണ്, വൃദ്ധനായ ഒരു അവശനായ ഒരാളാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ ഒരൊറ്റ വാക്കിലൂടെ ഈ പെൺകുട്ടികൾ, ഒരൊറ്റ മറുപടിയിലൂടെ ഈ പെൺകുട്ടികൾ പറയുന്നത്. എന്താണ് നിങ്ങളുടെ വിശേഷം, എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ, ഞങ്ങൾ പെൺകുട്ടികളാണ്, വളരെ കുലീന കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടികളാണ്. ഞങ്ങൾ ആ ബഹളത്തിനിടയിൽ, ആണുങ്ങൾക്കിടയിലൂടെ തിക്കിത്തിരക്കാൻ പോകുന്നവരല്ല. അവരെല്ലാവരും അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ആട്ടിൻകുട്ടികൾക്ക്, ആട്ടിൻപറ്റത്തിന് വെള്ളം കുടിപ്പിക്കും. എന്തിനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്? പെൺകുട്ടികളായ ഞങ്ങൾ എന്തിനാണ് ഈ ഒരു തിരക്കിലേക്ക് വന്നത് എന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ പറയുന്നു, ഞങ്ങൾക്ക് വീട്ടിലാകെ വയസ്സായ വൃദ്ധനായ ഒരു ഉപ്പ മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ പിതാവിന് വയസ്സായിരിക്കുന്നു. ഇതുവഴി അവർ രണ്ട് കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്ന, രണ്ട് കാര്യമായിരിക്കും അവർ ആ വന്ന ചെറുപ്പക്കാരന്റെ മുമ്പിൽ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഒന്ന്, ഞങ്ങളുടെ വീട്ടിൽ വൃദ്ധനായ ഒരു പിതാവുണ്ട്, അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ വയ്യ, അതുകൊണ്ടാണ് ഞങ്ങൾ ആടിന് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നത്. ഒന്ന്. രണ്ടാമത്തതോടൊപ്പം തന്നെ ഷെയ്ഖ് കബീർ എന്നൊക്കെ പറയുമ്പോൾ സമൂഹത്തിൽ വളരെ മാന്യനായ, സമൂഹത്തിലെ അറിയപ്പെട്ട പണ്ഡിതനായ ഒരാളാണ് ഞങ്ങളുടെ പിതാവ്. അതുകൊണ്ട് വേറെ വല്ല ദുരുദ്ദേശമുണ്ടെങ്കിൽ ആ ഉദ്ദേശമൊക്കെ മാറ്റിവെച്ചുകൊള്ളൂ എന്നുകൂടി ഒരുപക്ഷെ അവരുടെ ഈ പരാമർശത്തിൽ ഉണ്ടായേക്കാം. എന്തായിരുന്നാലും അവർ പറയുന്നത്, ഞങ്ങൾക്ക് ഇവർ പോകാതെ ഈ ആട്ടിൻപറ്റങ്ങളെ വെള്ളം കുടിപ്പിക്കാൻ സാധിക്കുകയില്ല. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ വയസ്സായ അവശനായ ഒരു പിതാവ് മാത്രമേ ഉള്ളൂ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മുമ്പിൽ അവർ പറഞ്ഞ കാര്യം. അദ്ദേഹം മറ്റ് വിശദാംശങ്ങളൊന്നും ചോദിക്കാതെ, അവരോട് മറ്റൊന്നും സംസാരിക്കാതെ, ഫസഖാലഹുമാ, അവർക്ക് വേണ്ടിയിട്ട്
ഈ കന്നുകാലികൾക്ക് വേണ്ട വെള്ളം അദ്ദേഹം കുടിപ്പിക്കുന്നു. അവരുടെ ആട്ടിൻകുട്ടികളെ, അവരുടെ ആട്ടിൻപറ്റത്തെ അദ്ദേഹം വെള്ളം കുടിപ്പിക്കുന്നു. സുമ്മ തവല്ല, പിന്നീട് മറ്റൊരു വർത്തമാനവുമില്ല. അവിടെ പരിചയം പുതുക്കാനോ നാടെവിടെ, പേരെന്താണ് എന്നൊക്കെയുള്ള തുടങ്ങിയ കൊച്ചു വർത്തമാനങ്ങൾ പറയാനോ ഒന്നും നിൽക്കുന്നില്ല. അവരുടെ ആട്ടിൻപറ്റത്തെ, ആട്ടിൻകുട്ടികളെ അദ്ദേഹം കൊണ്ടുവന്ന് വെള്ളം കുടിപ്പിച്ച് തിരിച്ചു കൊണ്ടുപോയി അവർക്ക് തന്നെ കൊടുക്കുന്നു. എന്നിട്ടോ സുമ്മ തവല്ല ഇലല്ലിൽ, പിന്നെ അദ്ദേഹം ഒരു തണലിൽ ചെന്നിരുന്നു കൊണ്ട് ഫഖാല, എന്നിട്ട് പ്രാർത്ഥിക്കുന്നു, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. പടച്ചവനെ, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. പടച്ചവനെ, നീ എനിക്ക് തരുന്ന ഏതൊരു നന്മക്കും എനിക്ക് ഏറെ ആവശ്യമുണ്ട്. നീ എനിക്ക് നന്മ ചെയ്യാൻ തരുന്ന ഏതൊരവസരത്തിനും ഞാനിപ്പോൾ ആവശ്യക്കാരനാണ്. രണ്ട് നിലയ്ക്ക് ഇത് മനസ്സിലാക്കാം. ഒന്ന്, അദ്ദേഹം ഒരു കുറ്റം ചെയ്തിട്ട് വരികയാണ്. ആ കുറ്റം മറികടക്കണമെങ്കിൽ ധാരാളം നന്മ ചെയ്യണം. പടച്ചവനെ, എനിക്ക് നന്മ ചെയ്യാനുള്ള അവസരം നീ എനിക്ക് ധാരാളം ധാരാളം താ. ഇപ്പൊ നീ എനിക്ക് ഈ പ്രയാസപ്പെടുന്ന 2 പെൺകുട്ടികളെ സഹായിക്കാൻ ഒരു അവസരം നൽകി. അതുപോലെ ഇനിയും ഇത്തരം നന്മകൾ ചെയ്യാനുള്ള അവസരം തരണമേ എന്ന പ്രാർത്ഥന. അതോടൊപ്പം തന്നെ പടച്ചവനെ, ഇനി എനിക്ക് നീ ധാരാളം നന്മ ചൊരിഞ്ഞു തരണമേ, ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിയണമേ എന്ന പ്രാർത്ഥനയുമാകാം. എന്തായിരുന്നാലും അദ്ദേഹം പിന്നീട് മറ്റു വർത്തമാനങ്ങൾക്കൊന്നും നിൽക്കാതെ മരത്തണലിലേക്ക് മാറി പടച്ചവനോട് പ്രാർത്ഥിക്കുന്നു, പടച്ചവനെ, നിന്റെ അനുഗ്രഹത്തിന് ഏറെ ആവശ്യമുള്ളവനാണ് ഞാൻ, നിന്റെ നന്മക്കേറെ ആവശ്യമുള്ളവനാണ് ഞാൻ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.